ജ്ഞാനോദയത്തിലേക്കുള്ള സംസ്കാര ദീക്ഷ. ദശരഥനന്ദനൻ ജ്ഞാനത്തിൻ്റെ പുണ്യപഥത്തിലൂടെ പാദമൂന്നുന്നു. ഈശ്വര ചൈതന്യം നിറഞ്ഞ സാരഗ്രാഹികളായ ശ്രോതാക്കൾക്ക് മുൻപിൽ വിനയപൂർവ്വം പ്രണമിക്കുന്നു. അറിവിൻ അമൃതധാര തേടി രാജീവലോചനൻ ചുവടുവെക്കുന്ന ഈ ജ്ഞാനപ്രയാണത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. യജ്ഞോപവീതം ധർമ്മത്തിൻ്റെ മൂന്നിഴകൾ, ജീവിത വിജയത്തിൻ്റെ രസതന്ത്രം. ഉപനയനം. ലോകം മുഴുവൻ വിദ്യ നൽകുന്നവൻ വിദ്യ തേടി ഗുരുവിന് മുൻപിൽ കൈകൂപ്പി നിൽക്കുന്നു. അധികാരത്തിൻ്റെ കിരീടത്തേക്കാൾ അറിവിൻ്റെ പൂണൂലിന് വിലയുണ്ടെന്ന് കാണിച്ചു തരുന്ന ശ്രീരാമചന്ദ്രൻ്റെ ഉപനയന പുണ്യം. അറിവിൻ്റെ അഗ്നിയിലൂടെ സ്വയം പാകപ്പെട്ട ഒരു അവതാര പുരുഷൻ്റെ വിസ്മയകരമായ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീരാമൻ ഒരു ക്ഷത്രിയ രാജകുമാരനായിരുന്നു. ഒരു രാജാവിന് പ്രജകളെ ധർമ്മത്തോടെ പരിരക്ഷിക്കണമെങ്കിൽ വേദങ്ങളും ശാസ്ത്രങ്ങളും അഭ്യസിക്കേണ്ടതുണ്ട്. പുരാണങ്ങൾ അനുസരിച്ച് വേദപഠനം ആരംഭിക്കുന്നതിന് മുൻപുള്ള പ്രാഥമികമായ ചടങ്ങാണ് ഉപനയനം. ക്ഷത്രിയർക്ക് വേദങ്ങൾ പഠിക്കാനും യജ്ഞങ്ങൾ ചെയ്യാനുമുള്ള അധികാരമുള്ളതിനാൽ അവർക്ക് ഉപനയനം ആവശ്യമാണ്. അറിവിനേക്കാൾ വലിയ ആയുധമില്ലെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ സാക്ഷാൽ ജഗന്നാഥൻ ഒരു ശിഷ്യനായി മാറിയ പുണ്യനിമിഷം. ധർമ്മത്തിൻ്റെ കൗമാരം, വസിഷ്ഠാശ്രമത്തിലെ ആ മഹാപ്രതിജ്ഞ. സൂര്യവംശത്തിൻ്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ആശ്രമം അന്ന് മന്ത്രധ്വനികളാൽ മുഖരിതമായിരുന്നു. അയോധ്യയുടെ രാജകുമാരൻ ദശരഥപുത്രനായ രാമൻ തൻ്റെ സംസ്കാര ദീക്ഷയ്ക്കായി ഗുരുവിൻ്റെ മുൻപിൽ ശിരസു നമിച്ചു നിൽക്കുന്നു. ആ ചടങ്ങ് കേവലം ഒരു രാജകുമാരൻ്റെ വിദ്യാഭ്യാസ ആരംഭമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന യുഗപരിവർത്തനത്തിൻ്റെ ആമുഖമായിരുന്നു. ബ്രഹ്മചര്യം എന്ന അഗ്നിശുദ്ധി. മഹർഷി സൂര്യപ്രഭയുള്ള യജ്ഞോപവീതം കയ്യിലെടുത്തു. 3 നൂലുകൾ കോർത്തടക്കിയ ആ പവിത്ര സൂത്രം രാമൻ്റെ ഇടതു തോളിലൂടെ വലതുവശത്തേക്ക് ഗുരു അണിയിച്ചു. ആ നിമിഷം വസിഷ്ഠൻ മന്ത്രിച്ചു, രാമ, ഈ 3 ഇഴകൾ നിന്റെ വാക്കിനും മനസ്സിനും പ്രവൃത്തിക്കും കാവലായിരിക്കട്ടെ. ഈ 3 ഇഴകൾ പ്രപഞ്ചത്തിൻ്റെ 3 ശക്തികളായി രാമനിൽ ഉണർന്നു. പിതൃബാധ്യത. രാജ്യം വെടിയേണ്ടി വന്നാലും സത്യം കാത്തു സൂക്ഷിക്കാനുള്ള കരുത്ത്. ഋഷിബാധ്യത. ലോകത്തിൻ്റെ നന്മയ്ക്കായി അറിവിനെ ആയുധമാക്കാനുള്ള വിവേകം. ദേവബാധ്യത. അധർമ്മം ലോകത്ത് ഗ്രസിക്കുമ്പോൾ അസുരശക്തികളെ നിഗ്രഹിക്കാനുള്ള കർമ്മവീര്യം. ഒരു ചെറിയ നൂൽ പോലെ തോന്നുന്ന പൂണൂൽ ബാലൻ്റെ ശരീരത്തിൽ ധരിക്കുമ്പോൾ ഉത്തരവാദിത്വം, ശുദ്ധി, ജ്ഞാനം, ധർമ്മം എന്നിവയെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ചിഹ്നമാകുന്നു. ആ പ്രഭാതത്തിൽ അയോധ്യ ഒരു വിശുദ്ധ നിശ്ചലതയോടെ ഉണർന്നു. 4 കൊച്ചു രാജകുമാരന്മാർ ബാല്യത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ പോവുകയാണെന്ന് എല്ലാം മനസ്സിലായ പോലെ ആയിരുന്നു അയോധ്യയിലെ അന്നത്തെ പുലരി പോലും. കൊട്ടാരത്തിലെ എല്ലാ കോണുകളിലും പുരോഹിതന്മാർ പവിത്രമായ തീകൾ ക്രമീകരിച്ചു. പൂക്കളും വിളക്കുകളും അലങ്കരിച്ചു. ദിവ്യ പ്രാധാന്യമുള്ള ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നത് പോലെ പക്ഷികൾ പോലും നിർത്തുന്നതായി തോന്നി. നൂതന വസ്ത്രങ്ങൾ അണിഞ്ഞ് പുഷ്പമാല്യങ്ങളാൽ അലങ്കൃതരായ രാജകുമാരന്മാർ പുണ്യതീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പരിശുദ്ധരായി. ഒരു രാജകുമാരൻ്റെ പ്രൗഢിയോട് അവർ ശോഭിച്ചു. ആ വേളയിൽ വേദമന്ത്രങ്ങളുടെ കരുത്തും ശാന്തമായ തേജസ്സുമായി രാജഗുരു വസിഷ്ഠ മഹർഷി സദസ്സിലേക്ക് എഴുന്നള്ളി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊട്ടാരത്തെ ഭക്തിസാന്ദ്രമായ ഒരു തപോവനമാക്കി മാറ്റി. അത് കേവലം ഒരു രാജകീയ ചടങ്ങല്ലായിരുന്നു, മറിച്ച് ഭൗതികമായ സുഖസൗകര്യങ്ങളിൽ നിന്ന് ആത്മീയതയുടെയും ജ്ഞാനത്തിൻ്റെയും ഉന്നത തലങ്ങളിലേക്കുള്ള ആ ബാലന്മാരുടെ ആദ്യത്തെ ചുവടുവയ്പ്പായിരുന്നു. രാജമന്ദിരത്തിലെ മഹാമണ്ഡപങ്ങളും നടപ്പുരകളും ചന്ദനത്തിൻ്റെ സുഗന്ധവും പുരാതന മന്ത്രങ്ങളുടെ ജപവും കൊണ്ട് തിളങ്ങി. രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും പരസ്പരം അടുത്തുനിന്നു. അവരുടെ മുഖങ്ങൾ യുവത്വത്തിൻ്റെ നിഷ്കളങ്കതയാലും വിധിയുടെ തിളക്കത്താലും പ്രകാശിച്ചു. പവിത്രമായ അഗ്നിക്ക് മുന്നിൽ പുരോഹിതന്മാർ വേദസ്തുതിഗീതങ്ങൾ ചൊല്ലി. ഉത്തരവാദിത്വത്തിൻ്റെയും വിശുദ്ധിയുടെയും ജീവിതരീതികളും ധർമ്മവും പഠിക്കാനുള്ള സന്നദ്ധതയുടെയും പ്രതീകമായ ജനുപവിത്രമായ നൂൽ
അതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചു. ഓരോരുത്തരായി രാജകുമാരന്മാർ ശ്രദ്ധയോടെ ആവർത്തിച്ചു. ആനന്ദഭാഷ്പം തുളുമ്പുന്ന മിഴികളോട് ഹൃദയത്തിൽ നിറഞ്ഞ വാത്സല്യം അടക്കിപ്പിടിച്ച് ആ മാതാപിതാക്കൾ ആ കാഴ്ച കണ്ടുനിന്നു. അജ്ഞാനത്തിൻ്റെ ഇരുളിൽ നിന്ന് അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് തൻ്റെ മകൻ ആദ്യമായി ചുവടുവയ്ക്കുന്ന നിമിഷം, ഉപനയനത്തിൻ്റെ ശാന്തവും പവിത്രവുമായ അന്തരീക്ഷത്തിൽ ആ ബാലൻ തൻ്റെ ആത്മീയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചു. ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ. ആചമനത്തിലൂടെ മനസ്സിനെയും വാക്കുകളെയും ശരീരത്തെയും ദൈവിക ചൈതന്യത്താൽ ശുദ്ധീകരിച്ച അവൻ ധന്യനായി. അനന്തരം മുനിവര്യന്മാരും ദേവന്മാരും പവിത്രമെന്ന് വാഴ്ത്തിയ പൂണൂൽ അവൻ്റെ മാറിലണിഞ്ഞു. ഈ മന്ത്രം ഉപനയന ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പൂണൂൽ ധരിപ്പിക്കുമ്പോൾ ചൊല്ലുന്ന ഈ വരികൾ അതിൻ്റെ പവിത്രതയെയും അത് ധരിക്കുന്ന വ്യക്തിയുടെ ഉത്തരവാദിത്വത്തെയും വ്യക്തമാക്കുന്നു. യജ്ഞോപവീതം പരമം പവിത്രം പ്രജാപതേര്യത് സഹജം പുരസ്താത് ആയുഷ്യമഗ്രം പ്രതിമുഞ്ച ശുഭ്രം യജ്ഞോപവീതം ബലമസ്തു തേജ. യജ്ഞോപവീതം, അതായത് പൂണൂൽ, അത്യന്തം പവിത്രമാണ്. ഇത് പ്രജാപതിയായ ബ്രഹ്മാവിനോടൊപ്പം തന്നെ ആദിയിൽ ഉണ്ടായതാണത്രേ. ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നതും നിർമ്മലവും ശ്രേഷ്ഠവും ആയ ഈ യജ്ഞോപവീതം നിനക്ക് ആത്മബലവും തേജസ്സും, അതായത് ബുദ്ധിശക്തിയും പ്രദാനം ചെയ്യട്ടെ എന്ന്. വസിഷ്ഠമുനി അവരുടെ തോളിൽ പുണ്യനൂൽ വച്ചപ്പോൾ സൂര്യൻ തന്നെ അനുഗ്രഹിച്ചുകൊണ്ട് കുമ്പിട്ടതുപോലെയായിരുന്നു അന്ന്. അഗ്നേ സ്വാഹ, അഗ്നേ ആയുഷ്മാൻ ഭവ, ദീർഘായുസ്സും ചൈതന്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മന്ത്രത്തിലൂടെയും കുഞ്ഞിനെ ബാല്യത്തിൻ്റെ ലോകത്തിൽ നിന്ന് പഠനത്തിൻ്റെ പവിത്രമായ പാതയിലേക്ക് സൗമ്യമായി ഉയർത്തുന്നു. ഉപനയനം ചെയ്യുന്ന ദിവസം മുതൽ തന്നെ യുവ ബ്രഹ്മചാരി അച്ചടക്കവും ശാന്തവുമായ ശക്തിയാൽ പ്രകാശിതമായ ഒരു ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്നു. ഓരോ പ്രഭാതവും സന്ധ്യാവന്ദനത്തോട് ആരംഭിക്കുന്നു. വിശുദ്ധാഗ്നിയിൽ നേർത്ത വിറകുകൾ അർപ്പിക്കുന്നു. അഗ്നേ, എനിക്ക് പരിശുദ്ധിയും ദീർഘായുസ്സും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂര്യോദയത്തിന് മുൻപ് ഉണരുക, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, തൻ്റെ പുണ്യനൂൽ ശുദ്ധമായി സൂക്ഷിക്കുക, ഭക്തിയോടെ പഠിക്കുക, ഗുരുവിനെയോ മാതാപിതാക്കളെയോ സഹായിക്കുക, ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിക്കുക, സത്യവും ദയയും മാത്രം പറയുക. ഇന്നു മുതൽ അവൻ വെറും ഒരു ബാലനല്ല, മറിച്ച് അറിവ് തേടുന്നവനാണ്. വിശുദ്ധി, ആത്മനിയന്ത്രണം, പവിത്രമായ പഠനത്തിൻ്റെ കാലാതീതമായ വെളിച്ചം എന്നിവയാൽ നയിക്കപ്പെടുന്നു. ദിവസേനയുള്ള സന്ധ്യാവന്ദനവും ഗായത്രി ജപവും ബുദ്ധിയെ മൂർച്ച കൂട്ടുന്നു, ശ്രദ്ധ മെച്ചപ്പെടുത്തുന്നു, മനസ്സിനെ ആശയക്കുഴപ്പത്തിൽ നിന്നും നിഷേധാത്മകതയിൽ നിന്നും സംരക്ഷിക്കുന്നു. ഉപനയനത്തിന് ശേഷം രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും സുവർണമായ നഗരമായ അയോധ്യയിൽ യുവ ബ്രഹ്മചാരികളായി പുതിയ ജീവിതം സ്വീകരിച്ചു. ഗായത്രിയുടെ പുണ്യമന്ത്രങ്ങൾ, ശുദ്ധീകരണ ചടങ്ങുകൾ, അഗ്നിക്ക് വഴിപാടുകൾ എന്നിവയോടെയാണ് ഓരോ ദിവസവും ആരംഭിച്ചത്. വസിഷ്ഠമുനിയുടെ മാർഗനിർദ്ദേശപ്രകാരം അവർ വേദങ്ങൾ പഠിക്കുകയും അമ്പെയ്ത്ത് പരിശീലിക്കുകയും ധർമ്മത്തിൻ്റെ വഴികൾ പഠിക്കുകയും ചെയ്തു. കൊട്ടാരത്തിലൂടെയും ഉദ്യാനങ്ങളിലൂടെയും അറിവിൻ്റെയും പുണ്യത്തിൻ്റെയും വെളിച്ചം വഹിച്ചുകൊണ്ട് അവർ ഒരുമിച്ച് നടക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ അച്ചടക്കമുള്ളതും മനസ്സ് മൂർച്ചയുള്ളതും ജീവിതം ലളിതവും എന്നാൽ ലക്ഷ്യബോധമുള്ളതുമായിരുന്നു. അക്കാലത്ത് കുട്ടികൾ അച്ചടക്കത്താൽ ശാന്തമാക്കപ്പെട്ട മനസ്സുകളോടെയും ആന്തരിക ശക്തിയാൽ സ്ഥിരമായ ഹൃദയങ്ങളോടെയുമാണ് വളർന്നത്. ഇന്നത്തെ കുഞ്ഞുങ്ങൾ വികാരങ്ങൾക്ക് അടിമകളാണ്, വികാരാധീനരാണ്, ചിന്താശേഷി കുറവാണ്. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് കുഞ്ഞുങ്ങളുടെ വിരൽത്തുമ്പിൽ ലോകം മുഴുവനുണ്ട്. എന്നാൽ ഈ സൗകര്യങ്ങൾക്കിടയിൽ അവർക്ക് നഷ്ടമാകുന്നത് സ്വന്തമായി ചിന്തിക്കാനും ഭാവനയിൽ വിസ്മയങ്ങൾ തിരിച്ചറിയുവാനുമുള്ള കഴിവാണ്. അറിവുകൾ സുലഭമാണെങ്കിലും അത് തിരിച്ചറിവുകളായി മാറാൻ ആഴത്തിലുള്ള ചിന്ത ആവശ്യമാണ്. പല കുഞ്ഞുങ്ങളും വൈകാരിക അസന്തുലിതാവസ്ഥയിൽ ഇടറി വീഴുന്നു. ചിന്തിക്കുന്നതിന് മുൻപ് പ്രതികരിക്കുന്നു. പലപ്പോഴും ചുറ്റുമുള്ള ലോകത്തെ ശ്രദ്ധിക്കാതെ ജീവിതത്തിലൂടെ ഒഴുകുന്നു. കരുതുന്ന ആളുകൾ, കാത്തിരിക്കുന്ന കടമകൾ. സത്യം ലളിതവും കാലാതീതമാണ്.
പഴയകാല കുട്ടികളെ രൂപപ്പെടുത്തിയ ശക്തി ഇപ്പോഴും ഇന്നത്തെ കുഞ്ഞുങ്ങളിലുമുണ്ട്. അവർ വേഗത കുറയ്ക്കാനും ആഴത്തിൽ ശ്വസിക്കാനും അവരുടെ ആന്തരിക ശബ്ദം കേൾക്കാനും അവരുടെ ഉത്തരവാദിത്തങ്ങളെ ബഹുമാനിക്കാനും തീരുമാനിച്ചാൽ അവർക്ക് സ്ഥിരതയുള്ളവരും ജ്ഞാനികളും അനുകമ്പയുള്ളവരുമായി മാറാൻ കഴിയും. വികാരങ്ങൾ അനുസരിക്കേണ്ടതല്ല, മനസ്സിലാക്കേണ്ടതാണെന്ന് അവർ പഠിക്കട്ടെ. അന്ന് ഇന്ദ്രിയങ്ങൾ പരിശീലിക്കപ്പെട്ടിരുന്നു. പണ്ട് ചുറ്റുപാടുകളിൽ നിന്ന് നേരിട്ടായിരുന്നു പഠനം. അവിടെ ഓരോ ഇന്ദ്രിയവും കൃത്യമായി പരിശീലിക്കപ്പെട്ടു. കണ്ണുകൾ, അതായത് ദർശനം, ആഴത്തിലുള്ള നിരീക്ഷണത്തിന് മുൻതൂക്കം നൽകിയിരുന്നു. പ്രകൃതിയിലെ മാറ്റങ്ങളും അക്ഷരങ്ങളിലെ സൂക്ഷ്മതയും തിരിച്ചറിയാൻ കണ്ണുകൾക്ക് പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരുന്നു. ചെവികൾ, ശ്രവണം, കേൾവി എന്നതൊരു കലയായിരുന്നു. ഗുരുനാഥന്റെ വാക്കുകളും പ്രകൃതിയുടെ സംഗീതവും ശ്രദ്ധയോടെ കേട്ടു പഠിക്കാനുള്ള ക്ഷമയുണ്ടായിരുന്നു അന്ന്. നാവ്, ഭാഷണം, മിതമായും സത്യസന്ധമായും സംസാരിക്കാൻ കുട്ടികൾ ശീലിച്ചു. വാക്കുകളിലെ സൂക്ഷ്മതയും മിതത്വവും വ്യക്തിത്വത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്ന് നിയന്ത്രണമില്ലാത്ത ഇന്ദ്രിയങ്ങൾ. ആധുനിക ലോകത്തെ ഇന്ദ്രിയങ്ങൾ അമിതമായ ഉത്തേജനങ്ങൾക്ക് വിധേയമാണ്. ഇന്ന് അവ സ്വൈരവിഹാരം നടത്തുന്നു. കൃത്യമായ നിയന്ത്രണമോ ഏകാഗ്രതയോ ഇന്ദ്രിയങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഡിജിറ്റൽ ലോകത്തെ കാഴ്ചകളും ശബ്ദങ്ങളും കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയെ ചിതറിക്കുന്നു. തൽക്ഷണ തൃപ്തിയുടെ അപകടം. ഇന്നത്തെ കുരുന്നുകൾക്ക് എല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമാണ്. കുറഞ്ഞ പരിശ്രമം, അധ്വാനമില്ലാതെ കാര്യങ്ങൾ നേടുന്നത് ചിന്താശേഷിയെ മരവിപ്പിക്കുന്നു. പെട്ടെന്നുള്ള ആഗ്രഹങ്ങൾ, എന്തും ഉടനടി വേണമെന്ന ഷാഠ്യം, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അവരിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. കാത്തിരിക്കാനുള്ള ക്ഷമയോ പരാജയങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനക്കരുത്തോ അവർക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ വീണ്ടും പ്രകൃതിയിലേക്കും സ്വയം നിരീക്ഷണത്തിലേക്കും തിരിച്ചു നടത്തണം. ക്ഷമയോടെ കാത്തിരിക്കാനും ആഴത്തിൽ നിരീക്ഷിക്കാനും അളന്ന് സംസാരിക്കാനും അവരെ പഠിപ്പിക്കുന്നത് അവരുടെ ചിന്താശേഷിയെ വീണ്ടെടുക്കാൻ സഹായിക്കും. ആ സംസ്കാരം നമുക്ക് എവിടെയാണ് നഷ്ടമായത്? അത് ഒരു ദിവസം കൊണ്ടോ ഒരു വ്യക്തി കാരണമോ അപ്രത്യക്ഷമായതല്ല. നമ്മുടെ തിരക്കിലും സുഖസൗകര്യങ്ങളിലും. എന്തായാലും എല്ലാ മാതാപിതാക്കളിലും തങ്ങളുടെ കുട്ടികൾ എല്ലാവിധത്തിലും നന്മയിലേക്കും സദ്ഗുണത്തിലേക്കും വളരുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ അനേകരിൽ 1-2 പേർ മാത്രമേ അച്ചടക്കം, ധൈര്യം, ജ്ഞാനം എന്നിവയാൽ യഥാർത്ഥത്തിൽ തിളങ്ങുന്നുള്ളൂ. ആകാശത്ത് നിന്ന് വീഴുന്ന മഴത്തുള്ളികൾ പോലെയാണ് കുഞ്ഞുങ്ങൾ. ജന്മനാൽ ശുദ്ധരും നല്ലവരുമാണ്. എന്നാൽ അവർ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചുറ്റുപാടുകളാണ് അവരെ രൂപപ്പെടുത്തുന്നത്. ചിലപ്പോൾ പരിപോഷിപ്പിക്കുന്നു, ചിലപ്പോൾ മലിനമാക്കുന്നു. നമ്മുടെ സ്നേഹവും മാർഗനിർദ്ദേശവും കരുതലുമാണ് അവരുടെ ഹൃദയങ്ങളെ കളങ്കമില്ലാതെയും നന്മയാൽ ഒഴുകിയും നിലനിർത്തുന്നത്. അങ്ങനെ അയോധ്യയുടെ രാജകുമാരൻ ഗായത്രി മന്ത്രത്തിൻ്റെ തേജസ്സാൽ ശോഭിക്കുന്ന ഒരു ബ്രഹ്മചാരിയായി മാറി. വിദ്യയുടെ ഈ പവിത്രമായ കവാടം കടന്ന് ലോകത്തെ ധർമ്മം പഠിപ്പിക്കാൻ പോകുന്ന ആ മഹായാത്രയുടെ ശുഭാരംഭം ഇവിടെ കുറിക്കപ്പെടുന്നു. ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ. ഒരിക്കൽ ഭഗവാൻ വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ ഭക്തിയോടെ ജപിക്കാൻ പാർവതീദേവി ആഗ്രഹിച്ചു. എന്നാൽ ആ സമയത്ത് ദേവിക്ക് പൂർണ്ണമായി ചൊല്ലിത്തീർക്കാൻ സമയക്കുറവ് അനുഭവപ്പെട്ടു. അപ്പോൾ പരമശിവൻ പാർവതീദേവിയോട് പറയുന്നു, ദേവി, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നാമം രാമനാമമാണ്. 1000 വട്ടം വിഷ്ണുവിൻ്റെ പേര് ചൊല്ലുന്നതിന് തുല്യമാണ് ഭക്തിയോടെയുള്ള ഈ 2 വരികൾ. മനോഹരമായ മുഖമുള്ളവളെ, മനസ്സിന് സന്തോഷം നൽകുന്ന പാർവതി, രാമ 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 എന്ന് ജപിക്കുന്നതിലൂടെ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. രാമ എന്ന ഈ 2 അക്ഷരനാമം വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾക്ക് സമമാണ്. വിഷ്ണു സഹസ്രനാമം പൂർണ്ണമായും ചൊല്ലിയതിന് സമമാണെന്ന്. ഗണിതശാസ്ത്രപരമായ അർത്ഥം ഇതിന് സംസ്കൃത അക്ഷരമാല പ്രകാരം രാ എന്നത് 2ാമത്തെ അക്ഷരമായും മാ എന്നത് 5ാമത്തെ അക്ഷരമായും കണക്കാക്കിയാൽ 2 × 5 10. ഇത് 3 തവണ ചൊല്ലുമ്പോൾ 10 തവണ
10 തവണ ഇത് വരുന്നു. സോ 10 × 10 × 10 1000 തവണയായി മാറുന്നു. അതുകൊണ്ടാണ് ഇത് സഹസ്രനാമത്തിന് തുല്യമാകുന്നത്. രാമനാമം ഹൃദയത്തിൽ നിറയട്ടെ. ആദർശങ്ങളുടെ ആ സൂര്യ തേജസ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ശ്രീരാമചന്ദ്രൻ്റെ കാരുണ്യം എന്നും നമുക്ക് തണലായിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാതാരവിന്ദങ്ങളിൽ നമുക്ക് പ്രണമിക്കാം. ഈ ഭാഗം ഇവിടെ സമർപ്പിക്കുന്നു. ഭക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ഈ സംഗമ ഭൂമിയിൽ നിന്ന് തൽക്കാലം വിടവാങ്ങുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. ശിഷ്യനായി മാറിയ ഭഗവാന്റെ വിദ്യാരംഭം ഇവിടെ പൂർണ്ണമാകുന്നു. എന്നാൽ ഈ ശാന്തതയ്ക്ക് പിന്നാലെ ഒരു കൊടുങ്കാറ്റെന്ന പോലെ ഒരാൾ വരാനിരിക്കുന്നു. അഹന്തയെ ഹോമിച്ച് ബ്രഹ്മർഷിയായ മഹാമുനി വിശ്വാമിത്രൻ അദ്ദേഹത്തിൻ്റെ വരവ് രാമൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കും എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.